ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്പെഷ്യൽ പഴംപൊരി ഉണ്ടാക്കാവേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പിള്ളേർ സ്കൂൾ വിട്ട് വന്നു. അപ്പം 4 മണിക്ക് കാപ്പി കൊടുക്കാനായിട്ട് നോക്കിയപ്പോൾ ഇത്രയും പഴം ഇരിപ്പുണ്ട്, ഏത്തപ്പഴം ഇരിപ്പുണ്ട്. എന്നാൽ ഇതുകൊണ്ടൊരു സ്പെഷ്യൽ പഴംപൊരി ഉണ്ടാക്കിയേക്കാൻ നോക്കും. എങ്ങനെയാണ് നമ്മുടെ സ്പെഷ്യൽ പഴംപൊരി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോഴേ ഇന്ന് നമുക്ക് നല്ല വീർത്തുരുണ്ട പഴംപൊരി ഉണ്ടാക്കിയാലോ. നമ്മുടെ ഏത്തയ്ക്ക ബോളി പഴംപൊരി ഉണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 സ്പൂണ് നമ്മുടെ മൈദ ഇട്ട് കൊടുക്കും. നമ്മുടെ ഈ സ്പൂണിന് നമ്മൾ 5 സ്പൂണ് മൈദ ഇട്ടു. ഇനി നമുക്ക് അതിനകത്തേക്ക് 1 സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട നമുക്കൊരു 1.5 സ്പൂണ് പഞ്ചസാര. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. നല്ല വീർത്തുരുണ്ട പഴംപൊരി ആയിരിക്കണം. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു കളറിന്, നമ്മുടെ മഞ്ഞ കളറിന് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്കതിനകത്തേക്ക് വേണ്ടുന്നത് നമുക്ക് ഈ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. നമുക്കൊരു 1/4 ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത്ര ഈസ്റ്റ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തേ. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഈ നമ്മുടെ പഞ്ചസാരയും അരിപ്പൊടിയും ഈസ്റ്റും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പഴംപൊരിക്ക് ഒരു നല്ല ഫ്ലേവറും ടേസ്റ്റും ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/4 സ്പൂണ് ഏലക്കായും ജീരകവും ചുക്കും കൂടെ പൊടിച്ചത് നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ ആക്കാവേ. ഇനി നമുക്കിതിനകത്തേക്ക് ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതെങ്ങനെ നമ്മൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ അതിനകത്തേക്ക് ഒരു ശകലം എള്ളും കൂടി ഇട്ട് കൊടുക്കാം. എള്ളം ഉണ്ടെങ്കിൽ ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതുകൂടെ ഇട്ടൊന്ന് കലക്കി നമുക്ക് നമ്മുടെ ആ പഴംപൊരിയെ കൂടി ആ കറുത്ത ആ എള്ളൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇല്ലെങ്കിൽ ഇടുകയൊന്നും വേണ്ടെന്നേ. അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഇതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ. ആ ഈസ്റ്റൊക്കെ ഒന്ന് പൊങ്ങി വരണം. നമ്മുടെ നല്ല വീർത്തുരുണ്ട പഴംപൊരിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ സമയമുണ്ട്, അരമണിക്കൂർ വെക്കുക. 1 മണിക്കൂറുണ്ട്, 1 മണിക്കൂർ വെക്കുക. നമ്മുടെ സമയം പോലെ ഇതൊന്ന് വെച്ച് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ചെറിയ ഏത്തപ്പഴമാണ്. അപ്പോൾ ഞാനതൊന്ന് ഇത് 2ഉം 3ഉം ആക്കാനുള്ളതില്ല. ആകെപ്പാടെ ഇത് ഇങ്ങനെ അങ്ങ് ഇടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. എന്നാലും നമുക്കിത് നടുവേ ഒന്ന് കീറി ഇങ്ങനെ ഒന്ന് ഇടാവേ. അപ്പം ഞാൻ 2ആയിട്ടാണ് എടുക്കുന്നത്. എനിക്കിതൊന്ന് നമ്മുടെ നാടൻ ഏത്തപ്പഴമായിരിക്കും. ഇത് മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം ആയതാണ്. അപ്പോൾ പിന്നെ പിള്ളേർ വരുമ്പോൾ എന്തെങ്കിലും കാപ്പിക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പഴംപൊരി പൊരി, അപ്പോൾ അതൊരു വീഡിയോയും കൂടെ ആകെ എടുക്കാം എന്നൊക്കെ ഓർത്ത് ഞാൻ അപ്പോൾ നമുക്ക് നല്ല വീർത്തുരുണ്ട പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാനിത് നമ്മുടെ ബാറ്റർ തയ്യാറാക്കി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഗോൾഡ് വിന്നർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കൂടെ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി അതല്ല, നമുക്കിഷ്ടമുള്ള ഓയിൽ എന്താണെങ്കിൽ നമുക്ക് അത് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഒഴിച്ച് നമുക്ക് വറുത്ത് കോരി എടുക്കാവേ. പഴം മുറിച്ചതാ, കൈയും കൂടെ മുറിക്കും. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വേണം നമ്മുടെ
പഴംപൊരി ഇതിനകത്തേക്ക് അപ്പോൾ നല്ല വീർത്തുരുണ്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുള്ളൂ. അപ്പം നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പഴംപൊരി ഇതിനകത്തേക്ക് ഇടാം. ഞാൻ ആ സമയത്തേക്ക് ഞാൻ ചായയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം പിള്ളേർക്ക് ചായയും കൂടെ ആകുമ്പോഴത്തേക്ക് കഴിക്കാനായിട്ടാകുമല്ലോ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ബാറ്ററിനകത്തേക്ക് ഓരോന്ന് മുക്കിങ്ങനെ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് വേണം. ഇട്ട് കഴിഞ്ഞിട്ട് ഒത്തിരി ഹൈ ഫ്ലെയിമേ വെക്കല്ലേ. ഇതുണ്ടോ നല്ല മുളക് ബജിയൊക്കെ വരുന്ന പോലെ നല്ല ഫ്ലഫി ആയിട്ട് കണ്ടോ വരുന്നത്. നല്ല വീർത്തുരുണ്ട നമ്മുടെ ഏത്തയ്ക്ക ബോളി, നമ്മുടെ ഏത്തയ്ക്ക ബോളി എന്ന് പറയും. നമ്മുടെ അങ്ങനെ പല പല നാട്ടിൽ പല പല സംഭവങ്ങൾ പറയുന്നുണ്ട്. ഏത്തയ്ക്ക അപ്പം എന്ന് പറയും, ഏത്തയ്ക്ക ബോളി എന്ന് പറയും. ഇത് നമ്മുടെ വീർത്തുരുണ്ട ഏത്തയ്ക്ക ബോളി ഇടുന്നു. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ നല്ല വീർത്തുരുണ്ട പഴംപൊരി റെഡിയായി കേട്ടോ. ഏത്തയ്ക്ക ബോളി പഴംപൊരി എന്നൊക്കെ പറയും. നല്ല വീർത്ത എണ്ണ കയ്യിൽ. അപ്പോൾ നമ്മുടെ ചായ അങ്ങനെ ഒരു സൈഡിൽ തിളച്ചു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് വീണ്ടും ഇതുപോലെ ഇട്ട് നമുക്കൊന്ന് എടുക്കാവേ. ചെറുതായതുകൊണ്ട് നമുക്കൊരു 3-4 എണ്ണമൊക്കെ ഇട്ടെടുക്കാം. പക്ഷേ നമ്മുടെ ഇത് നല്ലപോലെ വീർത്ത് വരുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ഇടാനും പറ്റിയല്ല. നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം. നല്ലത്, നല്ല ടേസ്റ്റ്. നമ്മുടെ ഈസ്റ്റ് ഇട്ടുന്നോർത്തതിന് പുളിയോ ഒന്നും വരുന്നൊന്നുമില്ല. പക്ഷെ നല്ല നമുക്ക് ഇതും ഇങ്ങനെ തന്നെ. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല ഏത്തയ്ക്ക ബോളി, നല്ല തീരെ ചെറിയ ഇതായിരുന്നേ, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കും. നല്ല ഫ്ലഫി ആയിട്ടുണ്ട്, നല്ല അടിപൊളി ഏത്തയ്ക്ക ബോളി. ഇപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാത്തവരൊക്കെ ഇങ്ങനെ തയ്യാറാക്കി നോക്കണേ. അപ്പം ഞങ്ങൾ കാപ്പി കുടിക്കട്ടെ. അപ്പം ഞങ്ങളിതേ നല്ല പഴംപൊരി കാപ്പി കുടിക്കുവാണ്. ചായ പഴംപൊരിയാണ് ഞങ്ങൾ 4 മണിക്കത്തെ പരിപാടിയായിട്ട്. ഭയങ്കര ചൂടാണ്. ചായക്കും ചൂട്, പുറത്തും ചൂട്, പഴംപൊരിക്കും ചൂട്. ബിഞ്ചു ബാ, നല്ല പഴംപൊരി കേട്ടോ. ഭയങ്കര ചൂട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പഴംപൊരിയേക്കാളും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു. ബാ, ഇതൊരാൾ തൈക്കട വരുമ്പോൾ ബാ ചൂടാ. അയ്യോ ചൂടാ. എങ്ങനെയുണ്ട്?